ഫലമറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഒടുവിൽ കാത്തിരുന്ന് ആ ദിവസം ഇങ്ങ് അടുത്ത് എത്തുകയാണ്. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത് മറ്റാരുമല്ല, ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫാണ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം കുറെ, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഒരു ലാഗ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു റിസൾട്ട് വരുന്നതിന് വേണ്ടി. സ്ഥാനാർത്ഥികളെല്ലാം അതൊരു ആകാംക്ഷയും കാത്തിരിപ്പിലും ഒക്കെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫാണ്. ഒരു വലിയ ലാഗ് അല്ലേ? ഒരു നീണ്ട ലാഗായി പോയി. ലാഗെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലേ നമ്മളൊരു കാത്തിരിപ്പ്, ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തിന് വേണ്ടി. തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും ഓരോ സ്ഥലത്തുമൊക്കെ പോയി അത് പിന്നെ ഈ ഇത്രയും ബ്രേക്ക് ടൈം കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്ത്. ഞാൻ പക്ഷെ എങ്ങും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും പരിപാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തീർത്ത് പെട്ടെന്നാണ് ഇത്രയും ദിവസം തീർന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു, നമ്മൾ എന്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉള്ളിന്റെ ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ, വന്നിട്ടില്ലല്ലോ, എന്താവുമായിരിക്കും എന്നൊക്കെ. അല്ല, ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. ആശങ്കകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ കാണില്ലേ, വന്നിട്ടില്ലല്ലോ, ഇനി അതിന് വരണമല്ലോ എന്നൊരു ചിന്ത. തീർച്ചയായിട്ടും അത് നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കും. അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വളരെ കൂളാണെന്നൊക്കെ പറയുന്നത് കളതരാണ്. എല്ലാവരുടെ മനസ്സിലും ബാധിക്കുന്നുണ്ടാവും. 101% അല്ലെങ്കിൽ 501% ഉറപ്പുള്ള കാൻഡിഡേറ്റ് ഇപ്പോൾ ആയിരിക്കാം രാഹുൽ ഗാന്ധിയൊക്കെ ചിലപ്പം ഒരുപക്ഷെ. എന്നിരുന്നാൽ പോലും ഒരു സ്വാഭാവികമായും പിന്നെ റിസൾട്ടിനെ കുറിച്ച് അറിയാൻ ഉള്ള ആഗ്രഹങ്ങൾ കാണും. ആരിഫിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് പോയത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ മോളന്ന് എന്നോട് പരാതി പറഞ്ഞിരുന്നു, അച്ഛനെ കാണാനേ ഇല്ലായിരുന്നു, യാത്ര പോകാൻ പറ്റാറില്ല എന്ന്. വല്ലയിടത്തും പോയോ യാത്രയൊക്കെ? എങ്ങും പോയില്ല. പോകണമെന്നൊക്കെ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സംഭവം അടുത്ത ദിവസമായിട്ട് നീണ്ടു തീർന്നുപോയി. അവസാനമായി. എന്തായിരിക്കും 4-ാം തീയതി? ഉറപ്പായിട്ടും വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞങ്ങൾ ഈ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടൂർ പോകുമ്പോൾ ഞാൻ വൈഫിനെയും മോളെയൊക്കെ കൂട്ടാറുണ്ട്. മോൾക്ക് പരീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അവളുമായിട്ട് ടൂറൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പം സർക്കാരിന്റെ ചെലവിൽ ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം, പക്ഷേ നമ്മുടെ അക്കോമഡേഷൻ അവരുടെ ചെലവിൽ പൊക്കോളും. അപ്പൊ നമുക്ക് അങ്ങനെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. കാശ്മീർ മറ്റു സ്ഥലങ്ങളിലൊക്കെ കമ്മിറ്റി പോകുമ്പോഴൊക്കെ വൈഫിനും അതാണ് ആകെ കൂടെ കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മൾ ഈ പാർലമെന്റ് അംഗമായതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണം. അതാണ് പ്രധാന ഗുണം. അതാണ്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ പറഞ്ഞത്. അതായത് അടുത്ത പാർലമെന്റിൽ നിന്ന് അടുത്ത ടൂർ പോകുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പോകുമെന്നാ പറഞ്ഞത്. അത്രയും ആത്മവിശ്വാസമുണ്ട്. 101% ആത്മവിശ്വാസമുണ്ട്. ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടലുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഒരു അസംപ്ഷൻ എങ്ങനെയാണ്? പാർട്ടിയുടെ കണക്കൂട്ടലും വിലയിരുത്തലും നമ്മൾ ജയിക്കുന്നു തന്നെയാണ്. പിന്നെ എല്ലാ കണക്കുകൾക്കപ്പുറമായി പല കണക്കുകളും വരാം. അപ്പോൾ നമുക്ക് കിട്ടും എന്ന് കണക്കാക്കിയ വോട്ടിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ചോർച്ചയുണ്ടോ, കിട്ടത്തില്ല എന്ന് കണക്കാക്കിയ ഏതെങ്കിലും വിഭാഗം നമുക്ക് കൂടുതലായി ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ കാലയളവിൽ മുഴുവൻ സമയം നടന്നിട്ടുള്ളത്. പക്ഷെ സാധാരണഗതിയിൽ പാർട്ടി റിസൾട്ടിനെ ബേസ് ചെയ്താണ് പിന്നെ മുഴുവൻ വോട്ടുകളും ചെയ്തോ ചെയ്തില്ലയോ അതൊക്കെയുള്ള സംബന്ധിച്ച് റിസൾട്ടിനെ ഓറിയന്റഡ് ആയിട്ടാണ്. അല്ലാതെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പരിശോധനയിലേക്ക് പോയിട്ടില്ല. മൊത്തത്തില് ഇത്തവണ എങ്ങനെയുണ്ട്? തൃപ്തികരമായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രവർത്തനത്തിന് ചിലയിടത്ത് തൃപ്തികരവും ചിലയിടത്ത് വേണ്ടത്ര വരാത്തതുമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് ഇലക്ഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് പരിശോധിക്കും. അത് ജയിച്ചാലും തോറ്റാലും എല്ലാ ഘടകങ്ങളിലും പാർട്ടിക്ക് അങ്ങനെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ എന്തായാലും ഈ അടുത്ത ദിവസം വോട്ട് എണ്ണുന്ന ദിവസം എവിടെയായിരിക്കും? വീട്ടിൽ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? ഇല്ല, സാധാരണഗതിയിൽ ഞാൻ കൌണ്ടിംഗ് സ്റ്റേഷനിൽ ഒന്ന് വന്നിട്ട് നേരെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കും. അവിടെയാണ് ഇരിപ്പ്. ഡീസലുണ്ടാവും. അപ്പൊ എന്തായാലും ആശംസകള്. നമുക്കറിയാം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഗൗരിയമ്മയെ അട്ടിമറിച്ചുകൊണ്ട് ചേർത്തലയിൽ നിന്ന് ഒരു യുവാവായി മത്സരിച്ച് കയറിയ ആളാണ്. ഇപ്പോ
വീണ്ടും വീണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെയായി അഭിമുഖീകരിക്കുകയും ചെയ്തു. ഇത്തവണയും അല്ലെ 20-1 അതെ 20-1 ജയിച്ചു. അതെ, കഴിഞ്ഞ തവണത്തെ കനലൊരു തരി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയ ആ ചുവപ്പാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ആ ചുവപ്പ് ഇത്തവണയും അണയാതെ കൂടുതൽ ആളുകളുമായി ആളിക്കെത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അല്ലെ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഭയങ്കര ചൂടായിരുന്നു. എന്തായാലും അല്ലെ, ചൂടൊരു ഭീകര ചൂടായിരുന്നു. ഇപ്പൊ ഒന്ന് തണുത്തു തുടങ്ങി, മഴയും പെയ്തു. അതൊക്കെ ഒരു അക്കാര്യത്തിൽ കുറച്ച് ആശ്വാസമായി. അതാണ് എന്തായാലും ഒരു നല്ല മഴക്കാലത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്. ആ ഫലം വരുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഉള്ളിൽ ഒരു ആകാംക്ഷയും ആന്തലും ഒക്കെ ഉണ്ടാകും. എന്തായാലും അത് AMRF മറച്ചു വെക്കുന്നില്ല, തനിക്കും അത്തരം ആകാംക്ഷകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.